നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 10 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. നോക്കാം കേരളാംഗം. അഹല്യ കേരളാംഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അഹല്യ തരും ബെസ്റ്റ് റേറ്റ് ആൻഡ് ബെസ്റ്റ് സർവീസ്. അഹല്യ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കും കരുതലോടെ. പവേർഡ് ബൈ മിൽമ തൈര്, നന്മയുള്ള പാലിന്റെ മേന്മയുള്ള തൈര്. അസോസിയേറ്റ് സ്പോൺസർ കിൻഡർ ഹോസ്പിറ്റൽസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. UDF പ്രചാരണത്തിനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും പത്തനംതിട്ടയിലും വിവിധ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. കൊല്ലത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ പ്രചാരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച വീണ്ടും കേരളത്തിലെത്തും. വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, അങ്ങനെ ഇനി 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും കേരളം ഇനി ആര് ഭരിക്കണമെന്നറിയാൻ 10 ദിവസം കൂടി കാത്തിരിക്കണം. ആ 10ാം ദിവസമായിരിക്കും കേരളം പോളിംഗ് ബൂത്തിലെത്തുക. അതിനു മുൻപ് തന്നെ വലിയ പ്രചരണമാണ് മുന്നണികൾ നടത്തുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാടും തൃശ്ശൂരിലും എത്തിയിരുന്നു. ഇന്ന് രാഹുൽ ഗാന്ധി എത്തുകയാണ്. രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ 10:45 തന്നെ പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ പരിപാടിയുണ്ട്. ആദ്യ പരിപാടി അടൂരിലാണ്. അതിനുശേഷം അദ്ദേഹം പത്തനംതിട്ട നഗരത്തിൽ 4 മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികളോടൊപ്പം വോട്ട് ചോദിച്ചുള്ള പൊതുസമ്മേളനമുണ്ട്. അവിടെ നിന്നും പത്തനംതിട്ടയിൽ നിന്നും രാഹുൽ ഗാന്ധി കോട്ടയത്തും വൈകുന്നേരത്തോടെ എത്തും. അവിടെ 3 പരിപാടികളാണ് അദ്ദേഹത്തിനായി ക്രമീകരിച്ചിരിക്കുന്നത്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തുന്നത്. ഇതിനു മുൻപ് അദ്ദേഹത്തിന് കോഴിക്കോട് പരിപാടി ഉണ്ടായിരുന്നു. അതിലന്ന് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് വരുന്നത്. വലിയ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരാമെന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അത് പരമാവധി ഓരോ വോട്ടും തങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയ ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാപ്റ്റനായി അവരുടെ പ്രധാനപ്പെട്ട താരപ്രചാരകൻ പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം ഇന്ന് കൊല്ലത്താണ് കേന്ദ്രീകരിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയ വിമർശനങ്ങളുടെ ഒരു ദിനം കൂടിയായിരിക്കും. കാരണം ഇന്നലെ പ്രധാനമന്ത്രി കുറച്ചു നാളുകളായി തന്നെ കേരളത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡീലിനെക്കുറിച്ചുള്ള ഒരു പരാമർശം നടത്തിയിരുന്നു. അപ്പോൾ ഡീലിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ഇന്ന് എന്താണ് നരേന്ദ്രമോദിക്ക് മറുപടി നൽകാൻ പോകുന്നതെന്നും ഇന്ന് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നു. അങ്ങനെ ഓരോ മണിക്കൂറുകളും ഓരോ നിമിഷങ്ങളും വലിയ കടുത്ത പോരാട്ടത്തിലേക്ക് പോകുന്നു. കൃത്യമായി പല മണ്ഡലങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ത്രികോണ മത്സരമാണ്. ത്രികോണ മത്സരത്തിൽ ഓരോ വോട്ടും നേടി വിജയിക്കാനുള്ള ശ്രമമാണ് 3 മുന്നണികളും നടത്തുന്നത്. പ്രധാന ദേശീയ നേതാക്കളെയും അതോടൊപ്പം തന്നെ പ്രാദേശിക നേതാക്കളെയും ജനങ്ങൾക്കിടയിൽ ഇറക്കി വലിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് 3 മുന്നണികളും തയ്യാറെടുക്കുന്നത്. ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി 10 ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ടും അതോടൊപ്പം തന്നെ ദേശീയ നേതാക്കളെ തങ്ങളുടെ അണികൾക്ക് ആവേശമായി, പ്രവർത്തകർക്ക് ആവേശമായി കേരളത്തിൽ എത്തിക്കുവാനാണ് ഈ മുന്നണികളുടെ ശ്രമം. എന്തായാലും 4-ാം തീയതി ഇനി 2-3 ദിവസം കഴിയുന്നതോടുകൂടി തന്നെ 2ാം ഘട്ടത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം കടക്കും. അപ്പോൾ ആദ്യം എത്തുന്നത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയും കോട്ടയത്താണ് എത്തുന്നത്. മുൻകാലങ്ങളിലെല്ലാം ഒരു തിരുവനന്തപുരത്തോ കോഴിക്കോടോ ഒരു എറണാകുളത്തോ പ്രചരണം അവസാനിപ്പിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും എല്ലാം ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചും കൂടുതൽ ജില്ലകളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നാം കണ്ടത്. നരേന്ദ്രമോദി ഇന്നലെ പാലക്കാടും തൃശ്ശൂരിലും എത്തിയിരുന്നു. ഇനി കോട്ടയത്തുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഇന്ന് പത്തനംതിട്ടയിലും കോട്ടയത്തും എത്തുന്നു. അതിനുശേഷം അദ്ദേഹം കോഴിക്കോടും കണ്ണൂരും എത്തുന്നു. അങ്ങനെ വിവിധ പ്രദേശങ്ങളിലേക്ക് ദേശീയ നേതാക്കൾ എത്തിച്ചേരുന്ന ഒരു ശക്തമായ ഒരു മത്സരമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ശരി, എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതുപോലെ തന്നെ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികളെല്ലാം. UDF പ്രചാരണത്തിനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും പത്തനംതിട്ടയിലും വിവിധ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ പ്രചാരണം നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച വീണ്ടും കേരളത്തിലെത്തും. KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.